അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ രാജ്യനിവാസികളെ വല്ലാതെ പ്രചോദിപ്പിച്ച ഒരു മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം. മൗലാന സയ്യിദ് ഫളുൽ ഹസൻ എന്ന നാമത്തിൽ വിശ്രുതനായ ഹസ്രത്ത് മുഹാനി എന്ന പേരിൽ രാജ്യമെമ്പാടും അറിയപ്പെട്ട ഉറുദു കവിയും ഇസ്ലാമിക പണ്ഡിത ശ്രേഷ്ഠനുമായ ഒരു വ്യക്തിത്വമായിരുന്നു ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. വിപ്ലവം ജയിക്കട്ടെ എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്ന ആ മുദ്രാവാക്യമാണ് ഉദ്ധം സിംഗും ഭഗത് സിംഗും ഉറക്കെ വിളിച്ചത്. ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാനുള്ള ബ്രിട്ടീഷ് നയതന്ത്രജ്ഞരുടെ യോഗത്തിനെതിരെ ഭഗത് സിംഗ് ബോംബേറ് നടത്തുമ്പോൾ വിളിച്ച മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യമായിരുന്നു. രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമരത്തിൻ്റെ രക്തരൂക്ഷിതമായ പോരാട്ടത്തിൻ്റെ മുഖങ്ങളിൽ പലപ്പോഴും പോരാളികൾക്ക് കരുത്തും ഊർജവും പകർന്നത്, രാജ്യത്തിൻ്റെ വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യമായിരുന്നു. ഹസ്രത്ത് മുഹാനി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിത ശ്രേഷ്ഠനും ഉറുദു കവിയുമായിരുന്ന വ്യക്തി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം രാജ്യത്തിൻ്റെ പോരാളികൾക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം നാം പഠിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. രാജ്യത്തെ മതവിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒക്കെ കണികകൾ പടർത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടക്കുന്ന പുതിയ കാലഘട്ടത്തിൽ സ്വതന്ത്ര സമര പോരാട്ടത്തിൽ ഒരുമിച്ചു മനുഷ്യർ നിൽക്കുകയും ഒന്നിച്ചൊന്നായി മുദ്രാവാക്യം വിളിക്കുകയും രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു പോരാടുകയുമൊക്കെ ചെയ്ത കഥകൾ പുതിയ ലോകത്ത് തീർച്ചയായും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം പകരും എന്നുള്ളതിൽ യാതൊരു തരത്തിലുമുള്ള സംശയത്തിന് ഇടയില്ല. സ്വന്തം ഭാര്യ ഹസ്രത്ത് മുഹാനിയുടെ ഭാര്യ, ആ ഭാര്യയും പോരാട്ടത്തിൻ്റെ മുഖത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമറിയിച്ച വ്യക്തിയായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ജയിലിലടക്കപ്പെട്ട ഹസ്രത്ത് മുഹാനിയോട് ഭാര്യ എഴുത്തിലൂടെ സംവദിച്ചത്, തൻ്റെ ആശകൾ പങ്കുവച്ചത് ചരിത്രത്തിൽ ഇന്നും അറിയപ്പെടുന്നുണ്ട്. ജയിലിലകപ്പെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കണ്ണീരും പരിദേവനവുമായി തിരിച്ചു വരാൻ അഭ്യർത്ഥിക്കുന്നതിന് പകരം ഹസ്രത്ത് മുഹാനിയുടെ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞത്, എന്നെ ഓർത്ത് അങ്ങ് ഒരിക്കലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല, അങ്ങൊരിക്കലും ദുർബലനാകരുത്, കരുത്തനാകണം. രാജ്യത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭൂമികയിൽ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാതെ ഈ രാജ്യത്തിൻ്റെ മോചന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് വരെ നിങ്ങൾ പോരാട്ടത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കണമെന്ന് സ്വന്തം ഭർത്താവിന് നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഭാര്യ പോരാട്ടത്തിൻ്റെ എല്ലാ ചൂരും ആവേശിക്കുന്നത് എത്രമാത്രം കൗതുകകരമായ പ്രചോദനാത്മകമായ ഓർമ്മകളാണ് നമുക്ക് പകർന്നു നൽകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്കറിയാം. ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി സ്വതന്ത്ര സമരത്തിൻ്റെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട, ബ്രിട്ടീഷുകാർക്കെതിരെ രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ഹസ്രത്ത് മുഹാനി എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദ് ഫളുൽ ഹസൻ എന്ന മഹാപണ്ഡിതൻ. അദ്ദേഹമാണ് വിധിവൈപരീത്യമാണോ കൗതുകകരമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗതിയാണോ എന്നറിയില്ല, അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അദ്ദേഹം മാറിയ കാലഘട്ടത്തിലും സാഹചര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതയും സാന്നിധ്യവും ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിട്ട സ്ഥാപക നേതാക്കളുടെ പട്ടിക കൂട്ടുമ്പോൾ അതിലൊരാൾ ഹസ്രത്ത് മുഹാനിയായിരുന്നു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം രാജ്യത്തിൻ്റെ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ മുദ്രാവാക്യം മനുഷ്യർക്ക് സമർപ്പിച്ച രാജ്യത്തിൻ്റെ സ്വതന്ത്ര പോരാട്ടത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദിൻ്റെ ഓർമ്മകൾ തീർച്ചയായും നമ്മെ ത്രസിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്തരത്തിലുള്ള കഥകൾ തീർച്ചയായും ഒരുമയുടെ സന്ദേശമാണ്, ഐക്യത്തിൻ്റെ സന്ദേശമാണ്, സ്നേഹത്തിൻ്റെ നിലക്കാത്ത പ്രവാഹത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഇനിയും അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും സംഗമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.